ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കിങ്ങനെ സുഖമായിട്ട് പോണു. പിന്നെന്താണ്, മഴയൊക്കെ എങ്ങനെയുണ്ട്? ചൂടെങ്ങനെയുണ്ട്? മഴയില്ല, ചൂട് നല്ല പോലെ ഉണ്ട്. അതെന്തിട്ട് നോക്കണേ, അതെന്താ അവിടെ ഒരു അമ്മിണി പൂച്ചേനെ കണ്ടിട്ടുണ്ട്. അമ്മിനീനെ നോക്കിയിരിക്കേ, പൂച്ചങ്ങൾ നോക്കിയതാ, നോക്കിയേ. എന്നിട്ട് പറയാനുള്ള എല്ലാവരോടും അമ്മിണി പൂച്ചേനെ അറിയണോ പറയാനുള്ള? ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ, അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ. നമ്മുടെ ആദത്തിനൊരു ചെറിയ രൂപമാറ്റം ഈ വീഡിയോയിൽ ഉണ്ടാവും. അത് അവസാനം വരെ കണ്ടാലേ രൂപം എന്തായിരുന്നു മാറാൻ പോണേന്നുള്ളത് അറിയുള്ളൂ. നമ്മളിന്ന് പൂരത്തിന് പോവാണ്. പൂരം എവിടെയാന്നറിയോ? ഏത് പൂരാണ്? എനിക്കറിയില്ല. ആള് പഠിച്ച സ്കൂളിന്റെ അവിടെയുള്ള പൂരത്തിൽ കോളേജിൽ സ്കൂള് +2 ജീവിതകാലത്തിലേക്ക് തിരിച്ചു പോണെന്ന്. അപ്പൊ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അബ്രുവിന് കൊട്ട് ഭയങ്കര ഇഷ്ടാ. പിന്നെ ഞാൻ പോയില്ലെങ്കിൽ അബ്രുവിന് അത് കാണാൻ പറ്റില്ല. അപ്പൊ അവന് പിടിച്ചുകൂടി ഇരിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പോവാന്ന് വിചാരിച്ച. ഭയങ്കര തിരക്കാന്ന് പറഞ്ഞേ. ആദ്യം 3 മണിക്ക് 3 ആനനെ കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് പോണത്. അവ ഇന്നലെ കറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇന്ന് പൂരത്തിന് കൊണ്ടുവന്ന്. കാലത്ത് എന്റെ പൊട്ട് തന്നെ പറഞ്ഞു തുടങ്ങി പൂരം 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 ജില്ലം പെപ്പർ ജില്ലം പെപ്പർ ജില്ലം. അതെങ്ങനെയാ അവിടെ എത്ര ആനയാ? 3 ആന. അപ്പൊ ഞങ്ങള് പോട്ടെട്ടാ. ഭയങ്കര തിരക്കായിരിക്കും. നോക്കാം. വെടിക്കെട്ട് നടക്കണ നിരത്തിണ്ടാ. അത്ര ഇഷ്ടായത് ഇതാണ്. അപ്പൊ നോക്ക്, നന്നായിണ്ട്. കൊറേ നടക്കാനുണ്ട്, അതുകൊണ്ട് വയ്യാണ്ടായി. വണ്ടി പാർക്ക് ചെയ്തത് കൊറേ ദൂരമായി. പൂരം അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അധികം തിരക്കൊന്നും ഉണ്ടായില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ വരാക്കര പൂരത്തിന് പോയ അത്ര തിരക്കില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം കിട്ടാത്ത പോലെയായിരുന്നു. ഇവിടെ കുറച്ച് കാറ്റ് കിട്ടണ്ടായി, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. തിരക്കില്ല എന്നല്ല, നമുക്ക് കുറച്ച് സ്ഥലം ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് കുറച്ച് കാറ്റൊക്കെ ഉള്ള കാരണം അധികം ബുദ്ധിമുട്ടില്ല. പിന്നെ വേറൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങി അവിടെ വരെ നടന്നു വയ്യാണ്ടായി. നടത്താധികം ശീലമില്ലാത്ത പറഞ്ഞേ യാതോ അബ്രുവിനെ പിന്നെ താഴ്ത്തിറക്കാൻ പറ്റില്ല. യാതോ താഴ്ത്തിറങ്ങിയിട്ടില്ല. പിന്നെ ഡെലിഷ്മോനും വളരെയധികം ഒരു സുഖം കിട്ടിയിട്ട്. പൂരം എന്റെ ചെരുപ്പ് പൊട്ടി. പൊട്ടിട്ട് ഈ ചെരുപ്പ് വെച്ചിട്ട് ഇവനേറ്റി നടക്കേണ്ടി വന്നു. ഇവനാണെങ്കിൽ താഴ്ത്തിറങ്ങിയില്ല, കുർണി നടക്ക്. ഇനി എടുക്ക്, വണ്ടിയിലെടുക്ക്. വണ്ടിയിലുള്ളിൽ എടുത്തിരിക്കുക. അപ്പൊ ഞങ്ങള് പോവാട്ടോ. ഞങ്ങളുടെ പൂരം ഇത്ര സമയമുള്ളൂ, മതി ഞങ്ങക്ക്. വളരെ എന്റർടൈൻമെന്റ് കിട്ടി. അതെ, നമ്മള് പൂരത്തിനൊക്കെ പോയി വന്നോ. അത് കഴിഞ്ഞിട്ട് നമ്മള് പൂരല്ലാട്ടത് ഷഷ്ടി എന്തോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പൊ ഇന്ന് നമ്മളെ ആദ്യത്തിന്റെ മുടി കാട് പോലെ അയക്കാം. ഫുള്ള് എല്ലാവരും കുറെ ദിവസം പറയണം വെട്ടിക്കണം. അപ്പൊ വെട്ടിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ ഇന്ന് മുടി വെട്ടിക്കാൻ പോവാ. ഞാൻ പോണില്ല, അപ്പനും മോനും കൂടെ. ആദ്യം നല്ല കുട്ടിയായിട്ടിരിക്കോ? മുടി വെട്ടാൻ പോകുമ്പോ ഗുഡ് ബോയ് ആയിട്ടിരിക്കോ? കുറുമ്പ് കാണിക്കോ? നല്ല കുട്ടിയായിട്ടിരിക്കും. മറ്റേ മുടി വെട്ടി കഴിയുമ്പോ കരയോ? എങ്ങനെ ചിരിക്കുക? പല്ല് കാണിച്ച മുടി പോയി കഴിയുമ്പോ കരയോ? അപ്പൊ നമ്മൾ ഇവിടെ തന്നെയാണ് പോണത്, മരന്തരപ്പള്ളിയിൽ തന്നെയാ. മുൻപ് നമ്മളിവിടെ ഇവനെ അമ്പല്ലൂര് കൊണ്ട് വെട്ടിക്കുക ചെയ്യാറ്. പക്ഷെ ഇവനെ അലമ്പൊന്നും ഉണ്ടാക്കാറില്ല കേട്ടാ, ഇരിക്കാറുണ്ട്. അപ്പൊ ഇന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കില്ല എന്ന് വിചാരിക്കുകയാണ്. കുറച്ച് കൂടിയുണ്ട്. ഇപ്പൊ മുടി കൂടിക്കഴിഞ്ഞാൽ ജലദോഷവും കാര്യങ്ങളൊക്കെ കൂടുതൽ വരും. അപ്പൊ അതിന് മുന്നേ അത് വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചൂടും, ഭയങ്കര ചൂടല്ലേ. മുടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും. അപ്പൊ മുടി വെട്ടിക്കാൻ പോവാണോ? ഇവന്റെ ഡ്രസ്സ് മാറ്റിക്കണ്ടല്ലേ? അതിന്റെ ഡ്രസ്സ് മാറ്റണ വേണ്ട. ഇങ്ങോട്ട് തിരിഞ്ഞേ. എന്തിനാ പോണേ? മുടി വെട്ടാനല്ലേ പോണേ? എങ്ങനെ വെട്ടണ? സ്പൈക്കാണോ? സ്പൈക്ക് സൈഡിൽ വരയ്ക്കണ്ട.
വര 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 ഇടണണ്ടാ? പിന്നെ എന്നിട്ട് ചെയ്യണേ? ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലുകൾ കാണിച്ചു തരാം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം വഴുതനങ്ങ. പിന്നെ എനിക്കിഷ്ടമാണ് നല്ല മീൻ കറി ഇട്ടത്, തേങ്ങപ്പാൽ പിഴിഞ്ഞ്, ബ്രാലാണ് ബ്രാല്, പിന്നെ ഉണക്ക മീൻ വറുത്തത്, പിന്നെ ഈ ചക്ക ഇറച്ചി. ഐറ്റംസ് ഉണ്ട്. ചെരുപ്പ് തന്നെ മഞ്ഞ ചെരുപ്പ് മതിന്ന്. മഞ്ഞ ചെരുപ്പ് എടുക്കുമ്പോ പറയും പച്ച ചെരുപ്പ് മതിന്ന്, പച്ച ചെരുപ്പ് എടുക്കുമ്പോ പറയും ചുവപ്പ ചെരുപ്പ് മതിന്ന്. ആ തന്നെ ഒന്നുമില്ലെങ്കിൽ അബുല് പോണ്ടാ. എങ്ങനെ മുടി വെട്ടാൻ ഉദ്ദേശിക്കുന്നത്? ജോൺസീനെ ആദത്തിന്റെ ഇവിടൊക്കെ ഇങ്ങനെയൊക്കെ വിട്ടാം. ഇവിടൊക്കെ ഇത് നന്നായി കുറയ്ക്കണം. അതന്നെ, ഒരുപാട് അങ്ങോട്ട് കുറയ്ക്കണ്ട, കുട്ടിയുടെ രൂപം മാറിപ്പോ. കുറച്ചോ ഭംഗി കളയരുതല്ല, അതാ അതിന് ഭംഗി കളയരുതെന്ന് പറഞ്ഞ. അതന്നെ. ഓക്കെ ബൈ. ഇനി വരുമ്പോ കാണിച്ചു. ബൈ. ഐ ലവ് യു ഉമ്മ. ഓട്ടോറിക്ഷ വന്നാ പോണുട്ടാ. ചേട്ടൻ്റെ മുടി വെട്ടി പറഞ്ഞിട്ടുണ്ട്. ചേട്ടനെ എങ്ങനെ ഇരിക്കണേന്ന് നോക്കട്ടെ. വന്നണ്ടാ. അയ്യോ മുടിയോടെ പോയോ അതിന്റെ? അയ്യോ അതിന്റെ മുടിയോ? ആര് വെട്ടിക്കളഞ്ഞേ? ഏത് ചേട്ടൻ? ബായി വെട്ടിക്കളഞ്ഞാ? പൂച്ചടാ, എന്റെ മോന്റെ മുടി പോയാ. ബാഹുബലി എവിടേക്ക് പോണേ? ഇഷ്ടായ അതിന്? സൂപ്പറായ? കുളിപ്പിക്കാം. ആ അബ്രുവിന്റെ കുളി കഴിഞ്ഞു. വാ കേറ്, കുളിക്ക മുടി നോക്കിയേ. തിരിഞ്ഞ് നോക്കട്ടെ, ഒന്ന് ചിരിച്ചേ. ഷർട്ട് ഊരാൻ പറയാ. അപ്പോട് കുളിക്കാൻ നമുക്ക്. അപ്പൊ ഷർട്ട് ഊരിയാലോ കൊച്ചു കുളിക്കുള്ളൂ. എന്താ ഇല്ലേ? വാ 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 കുളിക്ക പറ്റിയ. നന്നായിണ്ട്. ആദത്തിന്റെ കൂട്ടുകാരനാണ് ട്ടോ ഈ കാക്ക. കാക്കേ എന്നും ആദം ചോറിനുമ്പോ ഈ കാക്കിക്ക് ചോറ് കൊടുക്കും. എന്നും അതുകൊണ്ട് കാക്ക സമയമാകുമ്പോ എത്തും. കേടാ മാറി ഇന്നാ നിന്റെ തലയിലിട്ട് കുത്തുന്ന്. മാറി തിരിഞ്ഞെന്നിട്ട് പറ്റിയാതിന്. അയ്യോ ആരോ ആലടച്ചേ? ആരോ ആലടച്ചിട്ട് തിരിഞ്ഞ് നോക്കട്ടെ പറഞ്ഞേ. ആരടച്ചേത് പറയ്. കുഞ്ഞുണ്ണി ഉണ്ടാതോ? അയ്യോ അതെവിടെ വണ്ടി കഴിക്കണേ? ഇവിടെ 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 വണ്ടി തുടയ്ക്കാൻ പോവാ. പയ്യെ വാട്ടാ. ആദ്യം വെള്ളത്തിൽ നടക്കണണ്ട. സൂക്ഷിച്ച് എങ്ങനെ നടക്കണ്ട? അതോ സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ ഇടിഞ്ഞു പോയി താഴത്ത് വീട്ടാ. അതിന്റെ വണ്ടി കഴുകൊണ്ടിരിക്കാതോ. അവര് കഴുകാൻ പോണ്ട ചേട്ടനൂടെ വണ്ടി കഴുകാൻ പോണ്ട. അവരിന് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിട്ടാണ് അവരുമുത്ത് നിക്കണേ. അതന്നെ, അവന്റെ കൂടി ഒരു കുറവ് അവിടെ ഉണ്ട്. വലിയ കാര്യത്തിന് പൈപ്പ് തുറന്നെടുത്ത് കൊച്ചിന് വെള്ളം തുറന്നിട്ട് കൊടുത്തു. അപ്പതേ കരച്ചിലും ബഹളം. ആദത്തിന്റെ മുടി വെട്ടാൻ പോയിട്ടാ. അവിടെ മുടി വെട്ടാൻ പോയപ്പോ ആദത്തിന് ഇരുത്താൻ വേണ്ടിട്ട് ചെയറിലിരുത്താൻ വേണ്ടിട്ട് ചേട്ടൻ പലക കൊണ്ടുപോട്ടാ. ബായി അത് ഹിന്ദിക്കാരനാ. അപ്പൊ ഞാൻ പറഞ്ഞു പലക വേണ്ട, എന്റെ മടിയിലിരിക്കുള്ളത് പറഞ്ഞു. ഞാൻ മടിയിലിരുത്തിട്ടാ. മടിയിലിരുത്തിട്ട് മുടി വെട്ടാൻ അവർക്ക് പറ്റണില്ല. എന്റെ രീതിയിൽ കൂടെ കഴുത്തിക്കൂടെ കത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബായി നോക്കിയോളോ, മേത്ത് വെട്ടരുതിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ വെട്ടി. അപ്പൊ എന്നോട് മുടി വെട്ടുമ്പോ അപ്പൊ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരട്ടാ. അപ്പൊ ഹിന്ദിക്കാരൻ ചോക്കി നിന്നിട്ടാണ്. ഞാൻ പറഞ്ഞു, അവൻ പറഞ്ഞു ഈ സൈഡൊക്കെ വെട്ടാൻ. അങ്ങനെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഹിന്ദിക്കാരൻ സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ഇതാക്കിട്ടാ. അപ്പൊ അവൻ എന്നോട് പറയാ കാറ്റടിക്കാൻ എയർ ബ്ലോവർ അല്ലേ, ആ സാധനം കൊണ്ട് മേത്തടിക്കാൻ. അത് കഴിഞ്ഞിട്ട് അയാളത് വിറ്റ് അടിച്ചൊന്നുമില്ല.
ഞങ്ങളിവിടെ പോന്നു. ഇവിടെ എത്തിയപ്പോ സാധാരണ ഇവളെ കുളിപ്പിക്കാറ്. അപ്പൊ എന്നോട് പറയാം എന്നോട് കുളിപ്പിക്കുക. എന്റെ മേത്ത് മൊത്തം മുടിയായി. അവസാനം ഞാനും അവനും കൂടി ഒരുമിച്ച് കുളിച്ച്. ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കുമ്പോ ഇവള് ഒരു തടിയും ഞാൻ കണ്ടപ്പോ അത് നമ്മള് പിടിക്കുന്നതിന്റെ പ്രശ്നമാണ്. ഇങ്ങനെ നീങ്ങിക്ക, അതായത് അമ്മിച്ച് മുന്നേ ഫോട്ടോ എടുക്കുമ്പോണ്ടല്ലോ അപ്പച്ചന്റെ സൈഡിക്ക് ഇങ്ങനെ നീങ്ങിക്കും. അപ്പൊ എന്നിട്ട് എന്താ വെച്ചാൽ അമ്മിച്ചിന്റെ പകുതിയിലെ കാണുള്ളൂ. അപ്പൊ അപ്പച്ചൻ ഞാൻ ചെറുതാണ്. അയ്യാ, അപ്പൊ അമ്മച്ചിക്ക് തടി കുറച്ച് കുറവ് തോന്നിക്കുക. അതുപോലെയാണ് ആള് എന്റെ ബാക്കിൽ വന്ന് നിക്കാതെ ഇങ്ങനെ. എന്നിട്ട് ഞാൻ മറ്റേ ആനയുടെ പോലെ, ആള് മറ്റേ ശിശുവിന്റെ പോലെ. പിന്നെടാ കർത്താവേ ഈശോയെ. അതെ, നമ്മളിന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, നമ്മള് നാട്ടിൽ നിൽക്കണില്ല, നമ്മളെന്തായാലും പോവാണ്. പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാൻ എവിടേക്കാന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. നമ്മൾ പോവാ എന്നുള്ളത് തീരുമാനിച്ചു. എങ്ങോട്ട് പോകണം എന്നുള്ളതിന് നമ്മൾ തീരുമാനമായിട്ടില്ല. എന്തായാലും ഒരു മാസത്തിനുള്ളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ഇവിടുന്ന് പോകും. അതെങ്ങോട്ട് പോവും, എങ്ങനെ പോകും എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ തീരുമാനം എടുത്തു, ഇനി നാട്ടിൽ നിൽക്കണ്ട, എന്തായാലും പോവാൻ പറ്റിയ ഏതെങ്കിലും നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ, അങ്ങനെയല്ല ജോലിക്ക് കൂടുതൽ അവസരങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. കമന്റ് ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. അല്ല നമുക്ക് ട്രൈ ചെയ്യാം. സജഷൻസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്രദമാവൂല്ലോ. പിന്നെ എന്തിനാണ് പറയാവുന്ന, എന്തായാലും നമ്മൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, നാട്ടിൽ നിന്നിട്ട് നമുക്ക് ചെലവ് മാത്രമേ ഉള്ളൂ, വരവില്ല. ഇപ്പൊ ചെലവിനുള്ള കാര്യങ്ങൾ വരെ ഇതായി തുടങ്ങി. ഇങ്ങനെ അപ്പൊ നമുക്ക് ചെലവിന് വരവിനിപ്പോ എത്ര നാളിവിടെ നിന്നു. സംഭവം പണിയൊന്നും ഇല്ലാണ്ട് വെറുതെ കാലത്ത് എനിക്ക് ചോറുണ്ണ, കിടന്നുറങ്ങുക, പിള്ളേരെ നോക്കുക, അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കാണ്. മറ്റേ പൊട്ടുരുളി പണയം വെച്ച പോലെ, പൊട്ട ഉരുളി പണയം വെക്കില്ലേ, അതായത് അതുകൊണ്ട് ഉപകാരമൊന്നുമില്ല. അതവരെ ഇങ്ങനെ ഇരുന്നു. അപ്പൊ എത്ര മാസം കഴിഞ്ഞു ഇപ്പൊ ഏകദേശം? ഇപ്പൊ സെപ്റ്റംബർ ലാസ്റ്റ്, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി കഴിഞ്ഞു. 5 മാസം കഴിഞ്ഞു. ഞാൻ 6ാമത്തെ മാസം തീരുമാനിക്കാൻ പോണോ? 6 മാസം എടുത്തു. അല്ല, ഇങ്ങനെ പോണെന്നുള്ളത്, അല്ല എവിടേക്ക് ഇവിടെ നിക്കണില്ല എന്നുള്ളത് തീരുമാനിച്ചു. ഞാൻ എവിടേക്കാ പോണേന്നുള്ളത് തീരുമാനിച്ചു. 5 മാസം എടുത്തു നിക്കണില്ല എന്നുള്ളത്. ഇനി എത്ര മാസം എടുക്കും പോകാനുള്ളത് അറിയില്ല. അപ്പൊ നമ്മൾ പോവാനുള്ള ഒരു ഇത് നോക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ പോവാം. ദൈവം സഹായിച്ച് ജോലി കിട്ടുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ജോലിയല്ല, എന്തെങ്കിലും ചെറിയൊരു പരിപാടി എന്നിട്ടെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ജീവിതം മുന്നോട്ട് പോകണ്ടേ. നമ്മളപ്പോ എന്തായാലും ഇവിടെ നിൽക്കണില്ലേ, ഇവിടെ നിന്നിട്ട് നമുക്കൊന്നും കാര്യമില്ല എന്നുള്ള കാര്യം നമ്മള് ആലോചിച്ചു. ഒരുപാട് അല്ല, നമുക്ക് ബിസിനസ് കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല, ഒന്നും സക്സസ് ആവില്ല. പിന്നെ എനിക്ക് ഇഷ്ടമല്ല ബിസിനസ്സുകാരെ. ഇവർക്ക് ഇഷ്ടമല്ല, ഇവളുടെ അപ്പന് ഇഷ്ടമല്ല. അതല്ല, അങ്ങനെയല്ല. നമ്മൾ ബിസിനസ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള കാശ് ഇറക്കി ഇപ്പൊ ചിലപ്പോ എന്താ പറയാ കോടീശ്വരനാവും, ചിലപ്പോ ഒരു പിച്ചക്കാരനാവും. സംഭവം അതാണ് ബിസിനസ്. അങ്ങനെയല്ല, അങ്ങനെയാണ്. അപ്പൊ എനിക്കിപ്പോ വലിയ കോടീശ്വരനാവണമെന്ന് ആഗ്രഹമില്ല, വലിയ പിച്ചക്കാരാവണമെന്ന് ആഗ്രഹമില്ല. ആ ഒരു അങ്ങനെയല്ല, അങ്ങനെയല്ല. ഞാൻ പിന്നെ ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങിയില്ലേ. ഇപ്പൊ ആൾക്കാരൊക്കെ ഇടയ്ക്ക് ചോദിക്കണ്ടേ പോവാറായില്ലേ. എനിക്കതല്ല, ആ ഇങ്ങനെ ചോദിക്കണേല് ഒരു കളിയാക്കലിന്റെ ഒരു ലക്ഷണം ഉണ്ടോ? നീ നല്ല നേരത്തെ പറഞ്ഞ ചേട്ടൻ നന്നായി, നല്ല വണ്ണം വെച്ചു. പിന്നെ വണ്ണൊക്കെ വെച്ചു. പിന്നെ പണിയൊന്നും എടുക്കണില്ലല്ലോ, വെറുതെ ഇരിക്കല്ലേ. ഒന്ന് വെയിലെന്നെ കൊള്ളണില്ല, പുറത്തേക്ക് ഇറങ്ങണില്ല, ഫുൾ ടൈം വീട്ടിൽ തന്നെ. ഞാൻ പണ്ട് വെക്കേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ മുമ്പ്, കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും എന്നിട്ടാണ് പറയാ വീട്ടിലിരിക്കാറില്ല. വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ കാലത്ത് പോവും, ഉച്ചയ്ക്ക് ചോറിന വരും, ഉച്ചയ്ക്ക് ചോറിന കഴിഞ്ഞാൽ വീണ്ടും പോവും, പിന്നെ വൈകുന്നേരം വരും. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പോലില്ലേ, ലോക്കായി, ടോട്ടലി ലോക്കായി. ഇനി കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങിയ ഷർട്ട് ഇട്ട് അതന്നെ പറ്റാണ്ടായി, പോവാൻ പറ്റാണ്ടായി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ നമ്മള് പോവാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക, നല്ലൊരു ജോലി കിട്ടാനാ എന്താണ് ചെയ്യാൻ പറ്റുള്ള ഒരു നമ്മൾ ട്രൈ ചെയ്ത് തുടങ്ങാണ്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ഉണ്ടാവും, അനുഗ്രഹം വേണം. അനുഗ്രഹം ഉണ്ടാവും. അതുപോലെ സജഷൻസ് നിങ്ങൾ കമന്റ് ചെയ്യും, പറ്റിയ നല്ല സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. എന്താണ് പറയാ, ഒരു സപ്പോർട്ട് ഉണ്ടാവണം. നമ്മള് വിജയത്തിലെത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അഹങ്കാരം കൊണ്ട് ജോലി കളഞ്ഞതല്ല, നമ്മള് അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് ജോലി കളഞ്ഞതാണ്. ഇനിയിപ്പോ അഹങ്കാരായി മാറോ എന്തായി മാറോ നമുക്കറിയില്ല. വീഡിയോസിൽ കാണാം എന്താണെന്നുള്ള കാര്യം. നമ്മൾ എന്തായാലും നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ കൂടി ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.